ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപസ്യ കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിന്നിധി നാമിനെ. നമാചാര്യപാദായ നിതായ കൃപാപ്രദായിനെ ഗൗരഗദാദാമദായ നഗരഗ്രാമതാരിണേ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീരുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. മൂകം കരോതി വാചാലം പങ്കും ലങ്കായത്തെ ഗിരിം യത്കൃപാദമഹം വന്ദേ ശ്രീഗുരു ദിനധാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ സ്കന്ധത്തിലെ 15ാമത്തെ അധ്യായമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 31 ചർച്ച ചെയ്തിരുന്നു. ഭഗവാൻ സ്വധാമത്തിലേക്ക് മടങ്ങിപ്പോകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അർജുനൻ തളർന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് അർജുനൻ പഴയ സ്ഥിതിയിലേക്ക് വരുന്നതിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. ശ്ലോകം വായിക്കാം. നിശമ്യ. ഹരേ കൃഷ്ണ. അധ്യായം 15 ശ്ലോകം 32. നിശമ്യ ഭഗവാൻ മാർഗം സംസ്ഥാം യദുകുലസ്യ ച സോപധായ മതിം ചക്രേ നിഭൃതാത്മാ യുധിഷ്ഠിരഃ. നിശമ്യ ഭഗവാൻ മാർഗം സംസ്ഥാം യദുകുലസ്യ ച സോപധായ മതിം ചക്രേ നിഭൃതാത്മാ യുധിഷ്ഠിരഃ. നിശമ്യ ഭഗവാൻ മാർഗം സംസ്ഥാം യദുകുലസ്യ ച സപധായ മതിം ചക്രേ നിഭൃതാത്മാ യുധിഷ്ഠിരഃ. നിശമ്യ ഭഗവാൻ മാർഗം സംസ്ഥാം യദുകുലസ്യ ച സ്വപധായ മതിം ചക്രേ നിഭൃതാത്മാ യുധിഷ്ഠിരഃ. വിവർത്തനവും ഭാവാർത്ഥവും ശ്രീല പ്രഭുപാദരുടേതാണ്. ജയ ശ്രീല പ്രഭുപാദ്. ശ്രീകൃഷ്ണ ഭഗവാൻ സ്വധാമത്തിലേക്ക് മടങ്ങിപ്പോയെന്നും യദുകുല വംശജരുടെ ഭൂലോക പ്രാദുർഭാവത്തിന് അന്ത്യം സംഭവിച്ചുവെന്നും മനസ്സിലാക്കിയ മഹാരാജാവ് യുധിഷ്ഠിരൻ ഭഗവദ്ധാമത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ നിശ്ചയിച്ചു. ഭൂലോകവാസികളുടെ ദൃഷ്ടിയിൽ നിന്നും ഭഗവാൻ അപ്രത്യക്ഷനായെന്ന് ശ്രവിച്ച മഹാരാജാവ് യുധിഷ്ഠിരൻ തന്റെ ശ്രദ്ധ ഭഗവത്ഗീതോപദേശങ്ങളിലേക്ക് തിരിക്കുകയും ഭഗവാന്റെ ആവിർഭാവത്തെയും തിരോധാനത്തെയും കുറിച്ച് അവഗാഠം ചിന്തിക്കുവാൻ ആരംഭിക്കുകയും ചെയ്തു. മർത്യപ്രപഞ്ചത്തിലെ ഭഗവാന്റെ ആവിർഭാവ തിരോധാന ദൗത്യം പൂർണ്ണമായും പരമ ഇച്ഛയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇരിക്കുന്നത്. നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരണ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്ത. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമ രാമ.
ഹരേ കൃഷ്ണ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തത് ഭഗവാൻ സ്വധാമത്തിലേക്ക് മടങ്ങിപ്പോയി എന്ന് മനസ്സിലാക്കിയ അർജുനന്റെ അവസ്ഥയായിരുന്നു അല്ലേ. അപ്പൊ അർജുനൻ വളരെ തളർന്ന് വളരെ പരവശനായിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് അർജുനൻ എപ്രകാരമാണ് പഴയ സ്ഥിതിയിലേക്ക് വന്നത് എന്ന് വളരെ വിശദമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ അർജുനൻ തളർന്നിരുന്ന സമയത്ത് ഭഗവാന്റെ ഉപദേശങ്ങളെ കുറിച്ച് ഓർത്തു അല്ലെ. ഭഗവാന്റെ ഭഗവത്ഗീത ഉപദേശങ്ങളെ പറ്റിയിട്ട് സ്മരിക്കുകയും അനുനിമിഷം ദുഃഖാവസ്ഥയിൽ നിന്ന് അർജുനൻ പുറത്തു കടക്കുകയുമാണ് ചെയ്തത്. അപ്പൊ അതേക്കുറിച്ചിട്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത്. അപ്പോൾ ഭഗവാന്റെ അസാന്നിധ്യം അനുഭവപ്പെട്ടപ്പോൾ തന്നെ അർജുനൻ എന്ത് ചെയ്തു? ഉടനെ തന്നെ ഭഗവാൻ തനിക്ക് നൽകിയ ഉപദേശങ്ങളെ കുറിച്ച് ഓർക്കുകയും ആ ഉപദേശങ്ങളിലും ഭഗവാനിലും അഭയം പ്രാപിക്കുകയും പെട്ടെന്ന് തന്നെ തൽസ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തു. ഇതിനെ ശ്രീല പ്രഭുപാദ ഭാവാർത്ഥത്തിൽ വിശേഷിപ്പിച്ചിരുന്നു വിശോക എന്ന അവസ്ഥയെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞത്. വിശോക എന്നാൽ എന്താണ്? സർവ്വവിധ ഉത്കണ്ഠകളിൽ നിന്നും മനസ്താപങ്ങളിൽ നിന്നും സ്വതന്ത്രമായിട്ടുള്ള അവസ്ഥ. അത് ഒരു ശുദ്ധഭക്തന് മാത്രം സാധിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ കൈവരിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഭൗതിക പ്രകൃതിയുടെ പിടുത്തത്തിൽ നിന്ന് നമുക്ക് മോചനം നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ത്രിഗുണങ്ങളിൽ നിന്ന് നമുക്ക് പുറത്ത് കിടക്കണമെങ്കിൽ ഈ ഒരു വിശോക അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് അർജുനന്റെ മാർഗം പിന്തുടരണമെന്ന് ശ്രീല പ്രഭുപാദ നമ്മളോട് പറഞ്ഞത്. ഇപ്പൊ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? സത്യം, രജം, തമ അല്ലെ. ഈ 3 ഗുണങ്ങളുടെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് സ്വതന്ത്രമാകുമ്പോഴാണ് ഒരു ഭക്തൻ ശുദ്ധ സത്വഗുണത്തിൽ വർത്തിക്കുന്നത്. അപ്പൊ ആ ശുദ്ധ സത്വഗുണത്തിൽ വർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഇത്തരം ഒരു അവസ്ഥയിലൊക്കെ എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ശുദ്ധ സത്വഗുണത്തിൽ വർത്തിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമായിട്ടും ഭഗവത് കൃപ കൊണ്ട് മാത്രം പ്രാപ്തമാകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഭഗവാന്റെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശുദ്ധസത്വ ഗുണത്തിലേക്ക് ഉയരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അപ്രകാരം ഉയരുന്ന ഭക്തൻ ഒരിക്കലും പിന്നീട് ബദ്ധജീവിതത്തിൽ അകപ്പെടുന്നില്ല അല്ലെ. ബദ്ധജീവിതത്തിൽ അകപ്പെടുന്നില്ല എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? വീണ്ടും ജനന മരണ ചക്രങ്ങളുടെ പിടിയിൽ നിന്ന് അദ്ദേഹം വരുന്നേയില്ല. അവിടെ നിന്നെല്ലാം അദ്ദേഹം മോചിതനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ യുധിഷ്ഠിരന്റെ നേതൃത്വത്തിലുള്ള ആളുകളെല്ലാം തന്നെ ഈ അവസ്ഥയിലുള്ള ആളുകളായിരുന്നു. കാരണം അവര് ഭഗവാന്റെ ശുദ്ധ ഭക്തരാണ്, അവര് ഭഗവാന്റെ സന്തത സഹചാരികളാണ്. ഭഗവാൻ എവിടെയെല്ലാം ലീലകൾ അവതരിപ്പിക്കുന്നുവോ അവിടെയെല്ലാം ഇവരും ഭാഗഭാക്കുകളായിട്ടുള്ള ആളുകളാണ്. അപ്പൊ ഭഗവാൻ ഇല്ലാത്തൊരു ലോകത്ത് ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഭഗവദ്ധാമത്തിലേക്ക് പോകുവാനായിട്ട് അവര് സ്വമനസാല തയ്യാറെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അവരെ ആരും നിർബന്ധിച്ചിട്ട് ഇത് മതി, ഇനി ഇത്രയും മതി, ഇവിടുന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് അവരാരെയും പറഞ്ഞു വിടുന്നതല്ല. അവര് സ്വമനസാല തീരുമാനിക്കുകയാണ് ഇവിടെ നിന്ന് പോകുവാനായിട്ട്. അപ്പോൾ അർജുനൻ കഴിഞ്ഞ ശ്ലോകത്തിൽ അത്തരം ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞു അർജുനൻ അല്ലെ. അർജുനനെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട്, അദ്ദേഹം ദ്വൈതത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും മോചിതനാവുകയും അതീന്ദ്രിയ അവസ്ഥയിൽ നിവിഷ്ടനാവുകയും ചെയ്തു. ഭൗതിക വ്യവസ്ഥിതിയിൽ നിന്ന് സ്വതന്ത്രനായതിനാൽ അദ്ദേഹം വീണ്ടും ജനിമൃതി ദോഷങ്ങളുടെ കെണിയിലായിത്തീരുന്നതിന് യാതൊരു സാധ്യതയുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അർജുനനെ സംബന്ധിച്ചിടത്തോളം അർജുനൻ ആ ഒരു അവസ്ഥ കൈവരിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി അടുത്തത് യുധിഷ്ഠിരനാണ്. യുധിഷ്ഠിരനെ കുറിച്ചിട്ടാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ എന്താണ് കാണുന്നത്? ശ്രീകൃഷ്ണൻ ഭഗവാൻ സ്വധാമത്തിലേക്ക് മടങ്ങിപ്പോയെന്നും യദുകുല വംശജരുടെ ഭൂലോക പ്രാദുർഭാവത്തിന് അന്ത്യം സംഭവിച്ചു എന്നും മനസ്സിലാക്കിയ മഹാരാജാവ് യുധിഷ്ഠിരൻ ഭവനത്തിലേക്ക് ഭഗവദ്ധാമത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ നിശ്ചയിച്ചു. അപ്പോൾ സാമാന്യമായിട്ടും വായിക്കുന്ന അല്ലെങ്കിൽ ഒരു സാമാന്യ ജനങ്ങൾ അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ എന്താണ് പെട്ടെന്ന് കാണുക അല്ലെ? യുധിഷ്ഠിര ഭഗവാൻ അല്ലെ വേറെ എവിടെയും ഇരിക്കുമായിരുന്നു, ഭവനത്തിലേക്ക് പോയി അല്ലെ, വീട്ടിലേക്ക് പോയി എന്ന് വിചാരിക്കും അല്ലെ. അപ്പോ ഭാഗവതം വായിക്കുമ്പോൾ അതിന് സാമാന്യ അർത്ഥവുമുണ്ട്, ആത്മീയ അർത്ഥവുമുണ്ട്. അത് രണ്ടും ഇവിടെ ഉണ്ട്. പക്ഷെ നമുക്കത് കാണാനുള്ള കാഴ്ചയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അത് നമ്മൾ ആർജിക്കുന്നത് ഈ ഭാഗവത
നിരന്തരമുള്ള നിത്യം ഭാഗവത സേവയാ. അതുകൊണ്ടാണ് നിത്യം ഭാഗവത സേവ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ആ ആത്മീയ അർത്ഥം ഇതിൽ ഈ വരികൾക്കിടയിൽ ആത്മീയ അർത്ഥമുണ്ട്, പക്ഷെ അത് കാണാനുള്ള ഉൾക്കാഴ്ച നമുക്കില്ല. അപ്പോൾ ഒരു ഗുരുവിലൂടെ ഭാഗവതത്തെ കുറിച്ചിട്ട് കേൾക്കുകയും അറിയുകയും പഠിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ആത്മീയ അർത്ഥത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ. അതിന് തീർച്ചയായിട്ടും ഭഗവാന്റെയും ഗുരുവിന്റെയും കൃപ വേണം. അപ്പോൾ ഒരു സാമാന്യ ജനത വായിക്കുമ്പോൾ എന്താണ്, യുധിഷ്ഠിരൻ ഭവനത്തിലേക്ക് പോയി അല്ലെ, വേറെ എവിടെയോ ഇരുന്ന ആളായിരുന്നു, അദ്ദേഹം പെട്ടെന്ന് തന്നെ ഭവനത്തിലേക്ക് പോവാൻ തയ്യാറായി എന്നാണ് വിചാരിക്കുക. ഇവിടെ ഒരു കോമ ഇട്ടിട്ട് പറയുന്നുണ്ട്, ഭഗവദ്ധാമത്തിലേക്ക് മടങ്ങി പോകുവാൻ നിശ്ചയിച്ചു അല്ലെ. ഇപ്പൊ നമ്മളൊരു സെന്റൻസ് പറയുമ്പോൾ അതിന് ഒരു അർത്ഥം കൂടി ഉള്ളപ്പോഴാണ് നമ്മൾ അവിടെ ഒരു കോമ ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പോൾ അവിടെ ഭവനത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കോമ ഇട്ടിട്ട് പറയുന്നു, ഭഗവദ്ധാമത്തിലേക്ക് മടങ്ങി പോകുവാൻ നിശ്ചയിച്ചു. അപ്പോൾ സാമാന്യ അർത്ഥം എന്താണ്, യുധിഷ്ഠിരൻ മഹാരാജ യുധിഷ്ഠിരൻ പെട്ടെന്ന് തന്നെ ഭഗവാന്റെ തിരോധാനം എല്ലാം മനസ്സിലാക്കിയിട്ട് ഇവിടെ നിന്ന് അല്ലെ, ഭഗവാൻ ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് സ്വധാമത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അല്ലെങ്കിൽ സ്വധാമത്തിലേക്ക് അല്ലെങ്കിൽ ഭഗവദ്ധാമത്തിലേക്ക് പോകുവാനായിട്ട് അദ്ദേഹം തയ്യാറെടുത്തു. അപ്പോൾ ഈ യുധിഷ്ഠിര മഹാരാജാവ് അല്ലെ, ഒരു സാധാരണ മനുഷ്യൻ ഇവിടെ ചിന്തിക്കുന്നത് എങ്ങനെയായിരിക്കും, യുധിഷ്ഠിര മഹാരാജാവ് രാജ്യം ഉപേക്ഷിക്കാൻ തയ്യാറെടുക്കുമ്പോൾ അല്ലെ, ഉടനെ ഭീമൻ അല്ലെ, അടുത്തതിന് ഊഴം ഭീമന്റെയാണ് അല്ലെ. അപ്പൊ ഭീമൻ എന്താണ് സ്വാഭാവികമായിട്ടും ചിന്തിക്കുക, ഓക്കെ യുധിഷ്ഠിര മഹാരാജാവ് രാജ്യം ഒഴിയാണ് അല്ലെ, പിന്നെ അടുത്ത ചാൻസ് എനിക്കാണ് എന്ന് ഭീമൻ സ്വാഭാവികമായിട്ട് ചിന്തിക്കും അല്ലെ. അപ്പൊ നമ്മൾ പൊതുവെ കണ്ടുവരുന്നത് അങ്ങനെയാണ് അല്ലെ, ജ്യേഷ്ഠന്റെ അല്ലെങ്കിൽ മുതിർന്ന ആളുടെ ഒരു സമയം കഴിയുമ്പോൾ ഇനി അടുത്തത് ഞാനാണ് ഇനി ഭരിക്കേണ്ടത് എന്ന് വിചാരിച്ചിട്ട് രാജ്യഭാരം കൈയേൽക്കാനും ആസ്വദിക്കാനും ഒക്കെ തയ്യാറാവും. അപ്പോൾ ഇവിടെ അർജുനനാണെങ്കിലോ നേരത്തെ തന്നെ തീരുമാനം എടുത്തു കഴിഞ്ഞു അല്ലെ, അർജുനൻ സ്വന്തം കിരീടമെല്ലാം നേരത്തെ തന്നെ ഊരി വെച്ചു. അപ്പോൾ ഭീമൻ സ്വാഭാവികമായിട്ടും ചിന്തിക്കുകയാണ് അല്ലെ, ഇനി അടുത്ത ഊഴം എന്റെയാണ് എന്ന് ചിന്തിച്ചിട്ട് ഭീമനും അതിന് തയ്യാറെടുക്കുകയാണ്. പിന്നെ അടുത്ത ഊഴം ആരാണ്, ഭീമനും കഴിഞ്ഞാൽ അർജുനൻ ഓൾറെഡി ഇത് ചെയ്തു കഴിഞ്ഞു, ഇനി നകുല സഹദേവന്മാരാണ്. അപ്പോൾ സാമാന്യ ജനത ചിന്തിക്കുമ്പോൾ എന്താണ്, അടുത്ത ഊഴം ഭീമനാണ് ഇനി രാജ്യം ഭരിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പായിരിക്കാം ഇവിടെ നടത്തുന്നത് എന്നൊക്കെ സാമാന്യ ജനത ചിലപ്പോൾ ചിന്തിച്ചേക്കാം. പക്ഷെ ഇവിടെ ആത്മീയമായിട്ട് നാം നോക്കുമ്പോൾ എന്താണ് കാണുന്നത്, അർജുനൻ ഓൾറെഡി തീരുമാനം എടുത്തു കഴിഞ്ഞു അല്ലെ, ഭഗവദ്ധാമത്തിലേക്ക് ഭഗവാൻ മടങ്ങിപ്പോയതിന് പിന്നാലെ ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് തീരുമാനിച്ച് അർജുനൻ നേരത്തെ തന്നെ ഇവിടെ ഈ ഭൗതിക ലോകത്ത് നിന്ന് പോകാനായിട്ട് തീരുമാനം എടുത്തു കഴിഞ്ഞു. അപ്പോൾ അത് അർജുനനിൽ നിന്ന് മനസ്സിലാക്കിയ യുധിഷ്ഠിരനും ഇപ്പോൾ അതിന് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ഭീമനും കൂടി അതിന് ഇനി വരുന്ന ശ്ലോകങ്ങളിൽ നമ്മളത് കാണും. അപ്പോൾ ഭീമനും കൂടി തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ ആരും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ രാജ്യം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് നകുലനും സഹദേവനും കൂടി അവർക്ക് പിന്നാലെ പോവാണ്. അപ്പോൾ ഇതില് ആത്മീയ തത്വം എന്താണ്, ഇപ്പോൾ ഭഗവാൻ ഇല്ലാത്തൊരു സ്ഥലത്ത് തങ്ങൾക്കിനി താമസിക്കണ്ട എന്നവർ തീരുമാനിക്കുകയും മനുഷ്യജന്മത്തിന്റെ പരമമായിട്ടുള്ള ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള സമയം ആയി എന്ന് തിരിച്ചറിയുകയും അതിനു വേണ്ടിയിട്ട് അവർ ഓരോരുത്തരായിട്ട് തയ്യാറെടുക്കുകയുമാണ് ചെയ്യുന്നത്. ഇപ്പോൾ സാധാരണ കാണുന്നത് പോലെ പദവിയും സ്വത്തും ഒക്കെ അല്ലേ, അതിലാണ് ഇനി അടുത്ത കണ്ണ് വരുന്നത്. ഇപ്പോൾ ജ്യേഷ്ഠൻ പോയി കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത ആൾക്കാണ് ആ പദവിയും സ്വത്തും എല്ലാം അനുഭവിക്കാനുള്ള ഒരു അർഹത. പക്ഷെ ഭീമൻ എന്താ ചെയ്തത്, യുധിഷ്ഠിരൻ എന്താണോ കാണിച്ചു തരുന്നത് അത് പിന്തുടർന്ന് പോവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ യുധിഷ്ഠിരൻ പോയി കഴിയുമ്പോൾ ഇനി എനിക്കിവിടെ എൻജോയ് ചെയ്യാമെന്ന് ഭീമൻ ഒരിക്കലും ചിന്തിച്ചില്ല. അപ്പോൾ ആത്മീയമായിട്ടാണ് അവർ അതിനെ കാണുന്നത്. അപ്പൊ യുധിഷ്ഠിര ഭഗവാൻ അവർക്ക് ഇത്രയും നാളും അദ്ദേഹം കൈപിടിച്ചു കൊണ്ടുവന്നു. ഇപ്പോ യഥാർത്ഥ ജീവിത ലക്ഷ്യത്തിലേക്ക് പോവാനാകുന്ന സമയമായപ്പോൾ അതേ യുധിഷ്ഠിരൻ കാണിക്കുന്ന പാതയിലൂടെ മുന്നേറി പോവാനാണ് അവർ തീരുമാനിക്കുന്നത്. അല്ലാതെ അവിടെ വേറൊരു ചിന്തയ്ക്ക് ഇടമില്ല. അപ്പോൾ ഈ നമ്മൾ കാണുന്നത് പോലെയുള്ള പദവിയോടോ സ്വത്തിനോടോ ഒന്നും ആർത്തിയില്ലാതെ അവർ സ്വയമേവ എല്ലാം ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ ആത്മസാക്ഷാത്കാരം കൈവരിച്ചു കഴിഞ്ഞു അവർ ഓരോരുത്തരും. അപ്പോൾ ജ്യേഷ്ഠൻ സ്ഥാനം ഒഴിയുമ്പോൾ ഇനി അടുത്തത് ഞാനാണല്ലോ എന്ന് ഭീമൻ ചിന്തിച്ചില്ല. ജ്യേഷ്ഠൻ എന്താണോ ചെയ്യുന്നത് അത് അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്ത് ജ്യേഷ്ഠന്റെ പിന്നാലെ പോവുകയാണ് ഭീമസേനൻ ചെയ്യുന്നത്.
അപ്പൊ ഇതിനെയാണ് ശാസ്ത്രങ്ങളിൽ പറയുന്നത് മഹാജനോ ഏന കഥാ സബദ്ധ എന്ന് പറയും അല്ലെ. അതായത് മഹാജനങ്ങളായിട്ടുള്ള ആളുകൾ കാണിച്ചു തരുന്നതെല്ലാം അതേപടി അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുക, അവരുടെ പാത പിന്തുടരുക. അപ്പോൾ അതാണ് ഇവിടത്തെ ആത്മീയ തത്വമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് എന്താണ്? മൗശല ലീലയുടെ ഭാഗമായിട്ടാണ് അല്ലെ. മൗശല ലീല കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. ഇപ്പൊ മൗശല ലീല കഴിഞ്ഞിട്ട് ഭഗവാൻ സ്വധാമത്തിലേക്ക് പോയി എന്ന വാർത്ത ശ്രവിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ ഭഗവാൻ എപ്പോഴും ഭഗവത് ധാമത്തിൽ നിന്ന് അല്ലെങ്കിൽ ഭൗതിക ലോകത്തിലേക്ക് വരുമ്പോൾ ഒരു സാധാരണക്കാരനെ പോലെ പെരുമാറും അല്ലെ, സാധാരണക്കാരനെ പോലെ ചിന്തിക്കും. പക്ഷെ അതൊന്നും ഒരിക്കലും നാം വിമർശന ബുദ്ധിയോടെ ചിന്തിക്കുകയോ അതിനെക്കുറിച്ചിട്ട് ഇഴകീറി പരിശോധിക്കുകയോ ഒന്നും ചെയ്യരുത്. അപ്പൊ അത് ഭഗവാൻ ചെയ്യുന്നതെല്ലാം എന്താണ്? ശരിയായ കാര്യങ്ങളാണ് അല്ലെ. ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം എന്നാ പറയുന്നത്. ഭഗവാൻ പറയുന്നതാണ് ധർമ്മം, ഭഗവാൻ പ്രവർത്തിക്കുന്നതാണ് ധർമ്മം. ഇപ്പോൾ നമ്മുടെ ബുദ്ധിയിൽ നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതൊന്നും ശരിയായിട്ട് വരണമെന്നില്ല, അല്ലെങ്കിൽ നമുക്ക് തോന്നണമെന്നില്ല. അത് നമ്മളുടെ അജ്ഞത മൂലമാണ് നമുക്ക് അങ്ങനെയെല്ലാം തോന്നുന്നത്. ഇപ്പോൾ ഭഗവാന്റെ പ്രവർത്തികൾക്ക് എന്നും അർത്ഥമുണ്ടായിരിക്കും, ഒരു തത്വം ഉണ്ടായിരിക്കും. അപ്പോൾ അതേക്കുറിച്ചിട്ടാണ് ഈ ഒരു ശ്ലോകത്തില് ശ്രീല പ്രഭുപാദ വളരെ വിശദമായിട്ടുള്ള ഒരു ഭാവാർത്ഥം നമുക്ക് തന്നിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ഒരു ചോദ്യം വന്നതായിരുന്നു അല്ലെ, സീതാദേവിയെ ഉപേക്ഷിച്ചപ്പോൾ ശ്രീരാമചന്ദ്ര ഭഗവാൻ വളരെയധികം വിഷമിച്ചു, അപ്പോൾ വിരഹ ദുഃഖം അനുഭവിച്ചു അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഡിറ്റാച്ച്മെന്റിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ ഭഗവാൻ എന്താണ് അങ്ങനെ കരഞ്ഞത് എന്നൊക്കെ നമ്മൾക്കൊരു ചോദ്യം വന്നിരുന്നു. അപ്പൊ ഇവിടെ ശ്രീല പ്രഭുപാദ പറയുന്നുണ്ട് ഭഗവാൻ എന്നും ഭഗവാനാണ് അല്ലെ. അപ്പൊ ഭഗവാൻ ചിലപ്പോൾ സാധാരണക്കാരനെ പോലെ പെരുമാറും, സാധാരണക്കാരനെ പോലെ ചിന്തിക്കും, സാധാരണക്കാരനെ പോലെ സംസാരിക്കും. അങ്ങനെയൊക്കെ ചെയ്താലും ഭഗവാൻ എന്നും ഭഗവാൻ തന്നെയാണ്. അതിമാനുഷിക പ്രവൃത്തികൾ കാണിക്കുമ്പോഴും ഭഗവാൻ ആരാണ്? ഭഗവാൻ തന്നെയാണ്. അതാണ് വ്യത്യാസം. പക്ഷെ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? ഭഗവാൻ ഇപ്പോൾ ശ്രീരാമചന്ദ്ര ഭഗവാൻ ഭാര്യയുടെ ദുഃഖത്തിൽ വിഷമിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ നമ്മളിൽ ഒരാളായിട്ടാണ് നമ്മൾ ശ്രീരാമചന്ദ്ര ഭഗവാനെ കാണുന്നത് അല്ലെ. അതാണ് നമ്മുടെ ഒരു പ്രധാന പ്രശ്നം. അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാൻ യശോദമയ്യയുടെ വടിയുടെ മുൻപിൽ പേടിച്ചരണ്ട് ഓടി ഒളിക്കുമ്പോൾ നമ്മളിലെ അല്ലെങ്കിൽ നമ്മുടെ ഒരു കുട്ടി പേടിച്ചോടുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ ഇതെല്ലാം ലീലകളാണ്. അപ്പോൾ ആ ഭഗവാന്റെ ആ ഒരു സുപ്രീമസി അല്ലെങ്കിൽ അത് നമുക്ക് ബോധ്യപ്പെടാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ സാധാരണക്കാരനായിട്ട് നമുക്ക് ഭഗവാനെ ചിന്തിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് നാം പുറത്തു കടക്കേണ്ടത്. അവിടെ പ്രഭുപാദ വളരെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ സാധാരണക്കാരനെ പോലെ ചിന്തിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ശ്രീരാമചന്ദ്രന്റെ ഭഗവാന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ കാര്യത്തിലാണെങ്കിലും ഏതൊരു അവതാരത്തിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഭഗവാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ സാമാന്യ ജനങ്ങൾ ഇതൊന്നും നമുക്ക് പറ്റിയ കാര്യങ്ങളല്ല എന്ന് വിചാരിച്ച് മാറ്റി നിർത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ നമ്മളിൽ ഒരാളെ പോലെ പെരുമാറുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതും നമുക്ക് സാധ്യമാണ്, സാധാരണ ജനങ്ങൾക്ക് സാധ്യമാണ് എന്ന് ഭഗവാൻ നമുക്ക് കാണിച്ചു തരികയാണ് അല്ലെ. ഭഗവാന് ഗുരുവിനെ സ്വീകരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. പക്ഷെ ഭഗവാൻ ഓരോ അവതാരത്തിലും ഗുരുവിനെ സ്വീകരിച്ചിട്ട് നമുക്ക് മാതൃക കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അർജുനന്റെ തേരാളി ആയിരുന്ന സമയത്തും അർജുനന്റെ കൂടെ വനവാസകാലത്തും ഭഗവാൻ ഉണ്ടായിരുന്നു അല്ലെ. ആ സമയത്തും ഭഗവാൻ തന്നെയായിരുന്നു. അതേപോലെ കൗരവ രാജധാനിയിലെ ദൂത് പറയാൻ പോയി ആ ഭഗവാനെ കുറിച്ച് നമുക്കറിയാം. അവിടെ ദുര്യോധനന്റെ കുടില ബുദ്ധിക്ക് മുൻപില് ഭഗവാൻ വിശ്വരൂപ ദർശനം കാണിക്കുന്നുണ്ട് അല്ലെ. അപ്പോഴും ഭഗവാൻ തന്നെയാണ്. പക്ഷെ അത് തിരിച്ചറിഞ്ഞത് വളരെ ചുരുക്കം പേരാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ പോരായ്മ തെളിഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ യുധിഷ്ഠിരന് അല്ലെങ്കിൽ പാണ്ഡവർക്ക് മനസ്സിലായി, ഭീഷ്മ പിതാമഹന് മനസ്സിലായി ഇത് ഭഗവാനാണ് എന്ന് മനസ്സിലായി അല്ലേ. പക്ഷെ അവിടെ കൂടിയിരുന്ന ദുര്യോധനാദികൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തിത്വങ്ങൾക്ക് ആർക്കും അതേക്കുറിച്ചിട്ട് ബോധ്യം വന്നില്ല. അവര് വിചാരിക്കുന്ന എന്താണ്, എന്തോ മായാജാലം കാണിക്കുന്നു എന്നേ വിചാരിച്ചുള്ളൂ. പക്ഷെ ഭഗവാന്റെ വിശ്വരൂപ ദർശനം കാണാനായിട്ട് സാധിച്ചത് വളരെ കുറച്ചു പേർക്ക് മാത്രമേ സാധിച്ചിരുന്നുള്ളൂ. അതുപോലെ കുരുക്ഷേത്ര യുദ്ധഭൂമിയില്
അർജുനന്റെ തേരാളിയായിട്ട് ഭഗവാൻ ഉണ്ട് അല്ലെ, പക്ഷെ ഭഗവാനെ അവിടെ വളരെ കുറച്ചു പേർക്ക് മാത്രമേ കാണാൻ സാധിച്ചിരുന്നുള്ളൂ. അപ്പോൾ അതാണ് ഭഗവാന്റെ മഹത്വവും നമ്മുടെ പോരായ്മയും. അതുപോലെ ശ്രീരാമചന്ദ്ര ഭഗവാൻ സീതാദേവിയെ വിചാരിച്ച് വിഷമിച്ചപ്പോഴും ഭഗവാൻ തന്നെയായിരുന്നു അല്ലെ. രാവണനെ കൊന്ന സമയത്തും ഭഗവാൻ തന്നെയായിരുന്നു. അപ്പൊ ഭഗവാൻ എപ്പോഴും ഭഗവാനാണ്. അപ്പൊ ഭഗവാന്റെ പ്രവൃത്തികളില് നമുക്കാണ് പ്രശ്നങ്ങൾ തോന്നുന്നത്, നമുക്കാണ് അതിനോട് പറ്റാതെ വരികയോ അല്ലെങ്കിൽ നമ്മളാണ് അതിൽ എന്തെങ്കിലും പോരായ്മ കണ്ടുപിടിക്കുകയോ ചെയ്യുന്നത്. അതേക്കുറിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ഭഗവാൻ എപ്പോഴും ഭഗവാൻ തന്നെയാണ് എന്ന് ശ്രീല പ്രഭുപാദ ഇവിടെ അടിവരയിട്ട് ഈ ഭാവാർത്ഥത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഭഗവാനെ ഒരിക്കലും നമ്മളിൽ ഒരാളായിട്ടോ അല്ലെങ്കിൽ സാധാരണ മനുഷ്യനായിട്ടോ നമ്മൾ കാണരുത് എന്ന് വളരെ വ്യക്തമായിട്ട് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അല്ലേ. അത്തരം അങ്ങനെ ചിന്തിക്കുന്ന ആളുകളെ കുറിച്ചിട്ട് പറയുന്നത് അവജാനന്തി മൂഢ മാനുഷ്യം തനും ആശ്രിത എന്ന് പറയുന്നുണ്ട്. അതായത് മൂഢന്മാരായിട്ടുള്ള ആളുകളാണ് ഒരു സാധാരണക്കാരനെ പോലെ എന്നെ കാണുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാനെയും ഭഗവാന്റെ പ്രവൃത്തികളെയും നമ്മൾ അതീന്ദ്രിയമായിട്ട് തന്നെ കാണണം. അതാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് പഠിക്കാനുള്ളൊരു പാഠം. ഭഗവാന് ഒന്നിലും വ്യത്യാസമില്ല. അപ്പൊ നമുക്കാണ് പലതിലും വ്യത്യാസമുള്ളത് അല്ലെ. നമ്മള് അതേക്കുറിച്ചിട്ട് ഇവിടെ വിശദമായിട്ട് ഇനി വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ജനനം മരണം ഇതിനെല്ലാം ഓരോ കാരണങ്ങളുണ്ട്. ഭഗവാന്റെ അവതാരത്തിനോ അല്ലെങ്കിൽ ഭഗവാൻ സ്വധാമത്തിലേക്ക് മടങ്ങി പോകുന്നതിനോ ഒന്നും തന്നെ കാരണങ്ങളില്ല. ഇതെല്ലാം പരമ ഇച്ഛ അല്ലെങ്കിൽ ഭഗവാന്റെ ഇച്ഛ മൂലം സാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോ ആചാര്യന്മാര് പറയുന്നുണ്ട്, എന്തിനാണ് ഭഗവാൻ എവിടെയാണ് ഈ മൗശലീല നടന്നത്? പ്രഭാസ തീർത്ഥത്തിലാണ്. അതായത് സോമനാഥിലെ പ്രഭാസ തീർത്ഥം ദ്വാരകയ്ക്ക് അടുത്തുള്ള സ്ഥലമാണ്. അവിടെയാണ് മൗശലീല നടന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഭഗവാൻ പ്രഭാസ തീർത്ഥം തിരഞ്ഞെടുത്തത് എന്ന് പറയുന്നുണ്ട്. കാരണം ഭഗവാനും ഭഗവാന്റെ യദുകുല വംശജരും താമസിക്കുന്നത് എവിടെയാണ്? ദ്വാരകയിലാണ് അല്ലെ. അപ്പൊ ദ്വാരക ഭഗവാന്റെ ധാമമാണ്. അവിടെ എന്താണ്? ജനന മരണങ്ങളില്ല, അവിടെ കാലത്തിന്റെ കടന്നുകയറ്റമില്ല, ടൈമില്ല, സമയമില്ല അവിടെ. അതുകൊണ്ട് അവിടെ ഇതൊന്നും സംഭവിക്കില്ല. ഇപ്പൊ അവിടെ വെച്ചിട്ട് ഭഗവാൻ ഈ മൗശലീല നടത്താൻ പ്ലാൻ ചെയ്താൽ തന്നെ അവിടെ അത് സംഭവിക്കില്ല. അതുകൊണ്ടാണ് ഭഗവാൻ എല്ലാവരെയും വിളിച്ചിട്ട് പ്രഭാസ തീർത്ഥത്തിലേക്ക് പോകുന്നത്. ഇപ്പൊ പ്രഭാസ തീർത്ഥത്തിൽ പോയിട്ട് അവിടെയാണ് ഇവര് മദ്യം കുടിക്കുകയും പരസ്പരം വെട്ടിക്കുത്തി ഈ ലോകത്തിൽ നിന്ന് പോവാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് ഭഗവാൻ ഭൂമിയുടെ ഭാരം കുറയ്ക്കുന്നത്. അപ്പോൾ ഈ ദ്വാരക ധാമമായതുകൊണ്ട്, ഭഗവാന്റെ ധാമമായതുകൊണ്ട് അവിടെ ടൈമിന് എഫക്റ്റ് ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ പ്രഭാസ തീർത്ഥത്തിലേക്ക് പോകുന്നത്. അപ്പൊ അതേക്കുറിച്ചിട്ട് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ദ്വാരകയില് നാരദ മഹർഷി വന്ന് താമസിക്കാറുണ്ട് അല്ലെ. ഇടയ്ക്കിടയ്ക്ക് വന്ന് താമസിക്കും. അപ്പൊ നാരദ മഹർഷിക്ക് ദക്ഷ പ്രജാപതിയിൽ നിന്നൊരു ശാപം കിട്ടിയിട്ടുണ്ട്. ഭാഗവതം വായിച്ച ആളുകൾക്ക് ഓർമ്മയുണ്ടാവും. ദക്ഷ പ്രജാപതിയിൽ നിന്നൊരു ശാപം കിട്ടി. കാരണം ദക്ഷ പ്രജാപതിയുടെ മക്കളെ എല്ലാവരെയും നാരദ മഹർഷി ഭക്തന്മാരാക്കി മാറ്റും. അപ്പൊ ദക്ഷ പ്രജാപതി നാരദ മഹർഷിയെ ശപിക്കും. നിങ്ങളിങ്ങനെ ഊര് ചുറ്റി നടന്നിട്ടാണ് എൻ്റെ മക്കളെയൊക്കെ നിങ്ങളിങ്ങനെ വഴിതെറ്റിച്ചിട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ 3 ദിവസത്തിൽ കൂടുതൽ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് ഇരിക്കാൻ സാധിക്കാതെ വരട്ടെ എന്നും പറഞ്ഞിട്ട് ശപിക്കും. അതുകൊണ്ടാണ് നാരദ മഹർഷി ഇങ്ങനെ വീണയും പിടിച്ചിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. പക്ഷേ നാരദ മഹർഷി ദ്വാരകധാമത്തിൽ വന്നു കഴിയുമ്പോൾ 1 മാസത്തിൽ കൂടുതലൊക്കെ അവിടെ താമസിക്കും. കാരണം അവിടെ സമയമില്ല. അപ്പൊ അവിടെ സമയത്തിന്റെ എഫക്റ്റ് ഇല്ലാത്തതുകൊണ്ട് 3 ദിവസം പുള്ളിക്ക് അതായിട്ട് ഫീൽ ചെയ്യില്ല. അപ്പൊ പുള്ളി അവിടെ കുറെ നാളുകൾ താമസിക്കും. അപ്പോ ഈ ഒരു ഇതുള്ളത് കൊണ്ടാണ് ഭഗവാൻ പ്രഭാസ തീർത്ഥം തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ നമുക്ക് വിചാരിക്കാവില്ലേ, ദ്വാരകയിൽ ഇരിക്കുന്ന ആളുകളെ എന്തിനാണ് പ്രഭാസ തീർത്ഥത്തിലേക്ക് കൊണ്ടുപോകുന്നത്, അവിടെ വെച്ച് ഇതൊക്കെ സംഭവിച്ചുകൂടെ എന്ന് നമ്മുടെ ബുദ്ധിയിൽ നമുക്ക് ചിന്തിക്കാം. പക്ഷെ ഭഗവാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള കാരണമുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രഭാസ തീർത്ഥത്തിൽ പോയിട്ട് മൗശലീല സംഭവിക്കുന്നു. അപ്പൊ അതിൽ പ്രകാരം പിന്നീടുള്ള കാര്യങ്ങളാണ് ഈ യുധിഷ്ഠിരനൊക്കെ രാജ്യം ഉപേക്ഷിച്ച് പോവാൻ തുടങ്ങുന്നത്. അപ്പൊ ഇവിടെ ഭാവാർത്ഥത്തിൽ പ്രഭുപാദ പറയുന്നു, ഭൂലോകവാസികളുടെ ദൃഷ്ടിയിൽ നിന്നും ഭഗവാൻ അപ്രത്യക്ഷനായി എന്ന് ശ്രവിച്ച മഹാരാജാവ് യുധിഷ്ഠിരൻ തന്റെ ശ്രദ്ധ ഭഗവത്ഗീത ഉപദേശങ്ങളിലേക്ക് തിരിക്കുകയും ഭഗവാന്റെ ആവിർഭാവത്തെയും തിരോധാനത്തെയും കുറിച്ച് അവഗാഠം ചിന്തിക്കുവാൻ ആരംഭിക്കുകയും ചെയ്തു. അപ്പോ
മഹാരാജ യുധിഷ്ഠിരൻ എന്താണ് ചെയ്തത്? തൻ്റെ ശ്രദ്ധ ഭഗവത്ഗീത ഉപദേശങ്ങളിലേക്ക് തിരിക്കുകയും ഭഗവാന്റെ ആവിർഭാവത്തെയും തിരോധാനത്തെയും കുറിച്ച് അവഗാഠം ചിന്തിക്കുവാൻ ആരംഭിക്കുകയും ചെയ്തു, അല്ലെ? അപ്പൊ ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം എന്ന് പറയുന്നത് എന്താണ്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. പിന്നെ പറയുന്നത് എന്താണ്? മന്മനാഭവം അഭക്തോ മദ്യാജീമാം നമസ്കുരു. അത് രണ്ടു പ്രാവശ്യം പറയുന്നുണ്ട്, 18ാമത്തെ അധ്യായത്തിലും 9ാമത്തെ അധ്യായത്തിലും. പിന്നെ അപ്പോൾ ഈ ശ്ലോകങ്ങളിലോട്ടൊക്കെ അല്ലെങ്കിൽ ഈ ഉപദേശങ്ങളിലോട്ടൊക്കെ യുധിഷ്ഠിര മഹാരാജാവ് തന്റെ മനസ്സിനെ കേന്ദ്രീകരിക്കുകയും പിന്നെ പറയുന്ന എന്താണ്? ഭഗവാന്റെ ആവിർഭാവത്തെയും തിരോധാനത്തെയും കുറിച്ച് അവഗാഠം ചിന്തിക്കുവാനായിട്ട് ആരംഭിക്കുകയും ചെയ്തു. അതേത് ശ്ലോകമാണ്? ജന്മകർമ്മ ചമേ ദിവ്യം ഏവം യോവേത്തി തത്വതഃ തെക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോ അർജുന. അപ്പോൾ ആ ഒരു ശ്ലോകം, അതായത് ഈ ജന്മകർമ്മ ചമേ ദിവ്യം എന്ന് പറയുന്ന ശ്ലോകത്തെ കുറിച്ചിട്ട് ഒരു 5 തവണയെങ്കിലും പ്രഭുപാദർ ഈ ഭാവാർത്ഥത്തിൽ സ്പർശിക്കുന്നുണ്ട്. അതേക്കുറിച്ചിട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഭാവാർത്ഥത്തില്. അപ്പോൾ അത്രയ്ക്കും പ്രാധാന്യമാണ് എന്തിന്? ഭഗവാന്റെ ആവിർഭാവത്തെയും തിരോധാനത്തെയും കുറിച്ചിട്ടുള്ള സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അത് അംഗീകരിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യാം. എങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അർജുനനോട് എന്താണ് ഭഗവാൻ പറയുന്നത്? നൈതി മാം ഏതി സോ അർജുന. ഒരു അവിശ്വാസവും വേണ്ട, നീ വിശ്വസിക്കൂ അർജുന. എൻ്റെ ജന്മത്തെക്കുറിച്ചിട്ടും എൻ്റെ കർമ്മങ്ങളെ കുറിച്ചിട്ടും വിശ്വസിക്കുന്നവൻ അല്ലെങ്കിൽ അറിയുന്നവൻ, മനസ്സിലാക്കുന്നവൻ, പിന്നീട് അവനൊരു പുനർജന്മം ഉണ്ടാവില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ യുധിഷ്ഠിര മഹാരാജാവ് ആലോചിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, മർത്യപ്രപഞ്ചത്തിലെ ഭഗവാന്റെ ആവിർഭാവ തിരോധാന ദൗത്യം പൂർണ്ണമായിട്ടും പരമ ഇച്ഛയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇരിക്കുന്നത്. ഭൗതിക പ്രകൃതിയുടെ നിയമങ്ങൾക്ക് വിധേയമായി ജനിക്കാനും മരിക്കാനും നിർബന്ധിതരായ ജീവാത്മാക്കളെ പോലെ ഒരു പരമശക്തിക്കും വിധേയമായി അവതരിക്കാനും അന്തർദാനം ചെയ്യുവാനും ഭഗവാൻ നിർബന്ധിതനല്ല. അവിടെ നിന്ന് എന്താണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്? ഭഗവാന്റെ അവതാരം, ഭഗവാന്റെ ജനനം എന്നൊരിക്കലും പറയാൻ പാടില്ല, ഭഗവാന്റെ അവതാരം. ഇപ്പൊ ഭഗവാന്റെ അവതാരവും നമ്മുടെ ജനനവും തമ്മിൽ ഒരുപാട് അജഗജാന്തര വ്യത്യാസമുണ്ട്. അതേക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നാം വളരെ ആഴത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മുടെ ജനനം എന്ന് പറയുന്നത് എന്താണ്? ഇതൊക്കെ എപ്പോഴും അടിസ്ഥാനമായിട്ടും നമ്മുടെ മനസ്സിൽ ഉറച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇതെപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ല. ഇപ്പോൾ നമ്മുടെ ജനനം എന്ന് പറയുന്നത് ത്രിഗുണങ്ങൾക്ക് വിധേയമായിട്ട്, അല്ലെ? ത്രിഗുണങ്ങളുടെ പ്രഭാവത്തിന് അടിസ്ഥാനപ്പെടുത്തി പ്രകൃതിയുടെ നിയമങ്ങൾക്ക് വശംവദരായി കാലത്തിൻ്റെയും കർമ്മത്തിൻ്റെയും ആ കാര്യങ്ങൾക്കൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ജനനം. പക്ഷെ ഭഗവാൻ അവതരിക്കുന്നതോ, ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്, സോ ഇച്ഛ അല്ലെങ്കിൽ പരമ ഇച്ഛ പ്രകാരമാണ് ഭഗവാൻ അവതരിക്കുന്നത്. സംഭവാമി ആത്മമായയ എന്നാണ് ഇതിനെ കുറിച്ചിട്ട് പറയുന്നത്. അതായത് ഭഗവാൻ സ്വന്തം ഇഷ്ടപ്രകാരം ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയിട്ടല്ല ഭഗവാൻ അവതരിക്കുന്നത്. സ്വന്തം ഇച്ഛപ്രകാരമാണ് ഭഗവാൻ അവതരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ജനനം എന്ന് പറയുന്നത് നിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും വിധേയമായിട്ട് സംഭവിക്കുന്ന ഒന്നാണ്. ബഹിരംഗ ശക്തിയുടെ പ്രവർത്തനം മൂലമാണ് നമ്മുടെ ജനനം സംഭവിക്കുന്നത്. പക്ഷെ ഭഗവാന്റെ അവതാരം സംഭവിക്കുന്നത് അന്തരംഗ ശക്തിയുടെ നിയന്ത്രണത്തിന് കീഴിലാണ്. അന്തരംഗ ശക്തിയാണ് ഭഗവാന്റെ, അതാണ് ഭഗവാന്റെ പരമ ഇച്ഛ എന്ന് പറയുന്നത്. പ്രകൃതേ ക്രിയമാണാനി ഗുണകർമാണി, മറന്നുപോയി. അപ്പൊ ആ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, പ്രകൃതിയുടെയും കർമ്മങ്ങളുടെയും ഒക്കെ നിയമങ്ങൾക്ക് വശംവദരായിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. അപ്പോൾ പക്ഷെ ഭഗവാൻ അവതരിക്കുന്നത് എന്താണ്? പരമ ഇച്ഛയാലാണ്. അതും പരമമായിട്ടുള്ള കരുണ മൂലമാണ് ഭഗവാൻ അവതരിക്കുന്നത്. ഭഗവാൻ എന്തിനാണ് അവതരിക്കുന്നത്? ഭഗവത്ഗീതയില് നമുക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള കാരണങ്ങൾ ഭഗവാൻ പറയുന്നുണ്ട്, അല്ലെ? യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത, അതുപോലെ ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അപ്പൊ ധർമ്മം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട്, അതുപോലെ ദുഷ്ടന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ അവതരിക്കുന്നത്. അതൊക്കെ ഒഫീഷ്യൽ കാരണങ്ങളാണ്. പക്ഷെ ഭഗവാൻ അവതരിക്കുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം ഭഗവാൻ അവതരിക്കുന്നതിന് വേറെയും കാരണങ്ങളുണ്ട്. അതിലൊന്നാണ് ഭക്തന്മാരുടെ സന്തോഷം. അതാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. ഭക്തന്മാരെ രക്ഷിക്കുക, പിന്നെ ഭക്തന്മാരെ സന്തോഷിപ്പിക്കുക.
അപ്പോൾ നമ്മളെ ഓരോരുത്തരെയും ഈ ബദ്ധ അവസ്ഥയിൽ നിന്ന്, ഈ ബദ്ധ ജീവിതത്തിൽ നിന്ന് പുറത്ത് കടത്തി ഭഗവാന്റെ ധാമത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ നമുക്ക് ഓരോരോ അവതാരങ്ങളിലൂടെ വന്ന് ലീലകൾ കാണിക്കുകയും ആ ലീലകളിലെല്ലാം ആകൃഷ്ടരായിട്ട് നമ്മൾ ഈ ധാമത്തിൽ നിന്ന്, ഈ ഭൗതിക ജീവിതത്തിൽ നിന്ന് പുറത്ത് കടക്കട്ടെ എന്നും ഭഗവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ പരമമായിട്ടുള്ള കരുണ മൂലമാണ് ഭഗവാൻ നമുക്ക് ഓരോരോ അവതാരങ്ങളിലൂടെ വരുന്നത്. ഇപ്പോൾ നമ്മൾ കുട്ടികളെ റെഡിയാക്കിയിട്ട് സ്കൂളിലേക്ക് പറഞ്ഞയക്കാറുണ്ട്. അവർക്ക് ഒട്ടും താല്പര്യമില്ലെങ്കിൽ കൂടി നമ്മൾ നിർബന്ധിച്ച് അവരെ പറഞ്ഞയക്കും അല്ലെ. എന്തിനാണ്? അവർക്ക് അത് ആത്യന്തികമായിട്ട് നന്മ വരുത്തുമെന്ന് നമുക്കറിയാം. അപ്പൊ അതേപോലെയാണ് ഭഗവാൻ. അപ്പോൾ ഭഗവാനും ഇങ്ങനെ, നമുക്ക് യാതൊരു താല്പര്യമില്ല ഈ ഭൗതിക ലോകത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ. കാരണം ഇവിടെയാണ് നമ്മുടെ എല്ലാ സുഖവും സൗകര്യവും ഒക്കെ ഉള്ളത് അല്ലെ. അപ്പോൾ എന്താ പറയാ, ഒരു പന്നിയെ സംബന്ധിച്ചിടത്തോളം പന്നിക്ക് ഏറ്റവും ഇഷ്ടം എവിടെയാണ്? ആ പന്നിക്കൂട്ടില് ചെളിക്കുണ്ടിൽ കഴിയാനാണ് അല്ലെ. അതിനപ്പുറം ഒരു ലോകമുണ്ട് എന്ന് ചിന്തിക്കാനുള്ള ഒരു ബുദ്ധിവിശേഷം പോലും ആ പന്നിക്കില്ല. അപ്പോൾ ഇന്ദ്രൻ പോലും പന്നിയായിട്ട് വന്നിട്ട് വളരെയധികം എൻജോയ് ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ മുകളിലിരുന്നിട്ട് ബ്രഹ്മാവൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇന്ദ്രൻ വന്നിട്ട് ചെളിക്കുണ്ടി കിടക്കാണ്. അപ്പോൾ കുറേ കാലങ്ങൾ കഴിയുമ്പോൾ ബ്രഹ്മാവിന് സഹിക്കാൻ പറ്റുന്നില്ല അല്ലെ. ഇന്ദ്രൻ ഒരു വലിയ ഇന്ദ്രനെ കുറിച്ചിട്ടൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് ഭാഗവത്തില്. അത്രയ്ക്കും ശ്രേഷ്ഠനായിട്ടുള്ള ഒരു വ്യക്തി പന്നിക്കൂട്ടിൽ ചെന്ന് കിടന്നിട്ട് പന്നിക്കുഞ്ഞുങ്ങളുടെയും പന്നികളായിട്ടുള്ള ഭാര്യമാരുടെയും കൂടെ എൻജോയ് ചെയ്യാണ്. അപ്പൊ ബ്രഹ്മദേവൻ സഖി കെട്ടിട്ട് വന്നിട്ട് പിടിച്ചു വലിക്കും. നീ ഇന്ദ്രനാണ്, നീ ഇവിടെയല്ല നിൽക്കേണ്ടത്, നിന്റെ വാസസ്ഥാനം വേറെയാണ് എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ എന്താ പറയുന്നത്? എനിക്ക് ഇതാണ് സന്തോഷം അല്ലെ. ഈ അനേകം പന്നികളായിട്ടുള്ള ഭാര്യമാരുടെ കൂടെ ഈ അനേകം പന്നിക്കുഞ്ഞുങ്ങളുടെ അച്ഛനായിട്ട് ഇവിടെ നിൽക്കാനാണ് എനിക്ക് ഇഷ്ടം എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പൊ മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊട്ടും വികസിതമായിട്ടുള്ള ബുദ്ധിയില്ല. അവർക്ക് എന്താണ് എന്ന് ഒരിക്കലും തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. പക്ഷെ അത് നമുക്ക് തിരിച്ചറിയാം. കാരണം നാം മനുഷ്യർ ജന്മത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് വികസിതമായിട്ടുള്ള ബുദ്ധി ഭഗവാൻ തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചിന്തിക്കാനും പെരുമാറാനും സാധിക്കും. അപ്പോൾ ഈ ബുദ്ധി വെച്ച് മാറുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുന്നുണ്ടായിരുന്നു അല്ലെ. ഇതൊരു ഇന്റർചേഞ്ച് നടത്തിക്കൂടെ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ്. അപ്പോൾ ഈ പന്നിക്കൂട്ടിലിരിക്കുന്ന പന്നി ചിന്തിക്കുന്ന എന്താണ്? ഇതാണ് എൻ്റെ ലോകം എന്നാ ചിന്തിക്കുന്നത്. പക്ഷെ ഉയർന്ന തലത്തിലിരിക്കുന്ന ബ്രഹ്മദേവന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇത് ഏറ്റവും താഴ്ന്ന അവസ്ഥയിലാണ് ഇന്ദ്രൻ ഇരിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടാണ് അദ്ദേഹം വിളിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞുകൊണ്ട് വന്നത് എന്തായിരുന്നു? അപ്പൊ നമ്മളുടെ ഒരു അവബോധത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ അവബോധം എന്ന് പറയുന്നത് എന്താണ്? മലിനമായിട്ടുള്ള അവബോധമാണ് അല്ലെ. നമുക്ക് ശരി ഏത് തെറ്റേത് എന്ന് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ സാധിക്കില്ല. അതിന് നമുക്കൊരു ഗുരുവിന്റെ ആശ്രയം വേണം. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായിട്ടുള്ള ചിന്തയിലേക്ക് വരാൻ സാധിക്കുന്നത്. പിന്നെ അതുപോലെ അപ്പൊ ഭഗവാന്റെ അവതാരത്തെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പൊ ഭഗവാന്റെ അവതാരം എന്ന് പറയുന്നത് കുട്ടിയെ സ്കൂളിൽ അയക്കുന്നതല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പൊ കുട്ടിയെ സ്കൂളിൽ അയക്കുന്നത് എന്താണ്? അപ്പോൾ അമ്മയ്ക്ക് അറിയാം അല്ലെ, കുട്ടിക്ക് പരമമായിട്ടുള്ള നന്മ വരുത്താനായിട്ട് ഈ നിർബന്ധിച്ച് സ്കൂളിലേക്ക് വിടുന്നത് അതിന്റെ നന്മയ്ക്കാണ് എന്ന് അമ്മയ്ക്ക് അറിയാവുന്നത് കൊണ്ടാണ് നിത്യവും ഈ കുട്ടിയെ സ്കൂളിലേക്ക് അയക്കുന്നത്. അപ്പോൾ ഭഗവാനും അതേപോലെയാണ്. ഭഗവാൻ ഇവിടെ വന്നിരിക്കുകയാണ്, പ്രിൻസിപ്പളായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മളെ ഇവിടെ നിന്ന് നിർബന്ധിച്ച് ഭഗവാന്റെ ധാമത്തിലേക്ക്, അതായത് സ്കൂളിലേക്ക് കൊണ്ടുപോകാനാണ് ഭഗവാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഭഗവാൻ അറിയാം ഇവിടെയല്ല നമ്മുടെ ശാശ്വത ധാമം എന്നറിയാം. നമ്മുടെ ശാശ്വതമായിട്ടുള്ള ധാമം ഭഗവാന്റെ കൂടെയാണ്, അല്ലെങ്കിൽ ഭഗവാനോടൊപ്പമാണ് നാം വസിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ നമുക്കൊട്ടും താല്പര്യമില്ല ഈ ഭൗതിക ലോകത്തിൽ നിന്ന് പോകുവാൻ. പക്ഷെ ഭഗവാൻ നമുക്ക് ഓരോരോ അവസരങ്ങൾ തരികയാണ്. നമ്മളെ നിർബന്ധപൂർവം ഭഗവാന്റെ ലീലകളിലൊക്കെ ആകർഷത തോന്നിയിട്ട് നമ്മളെ ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോവാനാണ് ഭഗവാൻ ഓരോ അവതാരങ്ങളായിട്ട് ഈ ഭൗതിക ലോകത്തിൽ വരുന്നത്. അതാണ് പരമമായിട്ടുള്ള കരുണ എന്ന് പറയുന്നത്. അതുപോലെ ഭഗവാൻ അവതരിക്കുന്ന സമയത്ത് ഈ ഗ്രഹങ്ങളുണ്ട്, നവഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? ശുക്രൻ, ശനി, ഒരുപാട് ഗ്രഹങ്ങളുണ്ട്. അപ്പൊ ആ നവഗ്രഹങ്ങള് ബുധൻ, ശുക്രൻ, ശനി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ നവഗ്രഹങ്ങളുണ്ട്. അപ്പൊ ആ നവഗ്രഹങ്ങൾ എന്താണ് ചെയ്യുന്നത്? പേടിച്ചിരിക്കുകയാണ് അല്ലെ. ഭഗവാന്റെ ജനനം വരുമ്പോ ഏത് പൊസിഷനിൽ പോയി നിന്നാലാണ് ഭഗവാനെ എനിക്ക് സന്തോഷിപ്പിക്കാൻ പറ്റുക എന്ന് വിചാരിച്ചിട്ട് അവരിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കും. പക്ഷെ നമ്മൾ ജനിക്കുമ്പോ എന്താ ചെയ്യുക?
അവര് തോന്നിയ സ്ഥലത്ത് പോയി നിൽക്കും ഇല്ലേ? ബുധൻ ശുക്രന്റെ കൂടെ പോയി നിൽക്കും, ശനി ചൊവ്വയുടെ കൂടെ പോയി നിൽക്കും. പിന്നെ ജ്യോത്സ്യന്മാര് പറയും ഇല്ലേ, ബുധൻ ശുക്രന്റെ കൂടെ പോയിന്ന് ശരിയായില്ല, ശനി ചൊവ്വയുടെ അടുത്ത് നിന്ന് ശരിയായില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരോ പ്രശ്നങ്ങൾ പിന്നീട് വരും. അപ്പൊ ഇതാണ് നമ്മുടെ ജനനവും ഭഗവാന്റെ അവതാരവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോ ഇവരൊക്കെ തോന്നിയ സ്ഥലത്ത് പോയി നിൽക്കും അല്ലെ? അപ്പോൾ അങ്ങനെ ചെയ്തുമ്പോഴാണ് പിന്നീടുള്ള നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം വളരെ ദുഷ്കരമായിട്ടും അല്ലെങ്കിൽ സുഖകരവുമായിട്ടൊക്കെ മാറുന്നത്. ഇപ്പൊ നവഗ്രഹങ്ങൾക്ക് പോലും പേടിയാണ് ഭഗവാനെ. ഏത് പൊസിഷനിൽ പോയി നിന്നാലാണ് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ സാധിക്കുക എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതുപോലെ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് താൽക്കാലികമാണ് അല്ലെ? അത് എപ്പോ വേണമെങ്കിലും നശിച്ചു പോകാവുന്ന ഒന്നാണ്. നാം ജനിക്കുന്നത് കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും മരണം സുനിശ്ചിതമാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കും. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് എന്താണ്? അസത് അചിത് നിരാനന്ദമാണ്. ഭഗവാന്റേത് സച്ചിദാനന്ദമയമാണ്. ഭഗവാന്റെ ശരീരം അതീന്ദ്രിയമാണ്. ഭഗവാൻ അവതരിച്ചു എന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ ഒരിക്കലും ഈ ലോകത്തിൽ നിന്ന് അല്ലെങ്കിൽ തിരോധാനം എന്ന് പറയുന്ന ഒരു വാക്ക് ഭഗവാന് വേണ്ടിയിട്ട് ഒരിക്കലും നമ്മൾ ഉപയോഗിക്കാറില്ല അല്ലെ? നമ്മൾ ജന്മാഷ്ടമികൾ ആഘോഷിക്കാറുണ്ട്, പക്ഷെ തിരോഭാവ തിഥി എന്ന് പറയുന്ന ഒന്നും നമ്മൾ ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യാറില്ല. അതൊക്കെ ഗുരുക്കന്മാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശുദ്ധ ഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ തിരോഭാവ തിഥിയൊക്കെ കൊണ്ടാടുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് തിരോഭാവ തിഥിയൊന്നും ഭഗവാൻ ഇല്ലാത്തത്, അല്ലെങ്കിൽ ഭഗവാന്റെ തിരോധാനത്തെ കുറിച്ച് നാം ആഘോഷിക്കുകയോ അല്ലെങ്കിൽ ചർച്ച ചെയ്യുകയോ ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെയൊന്നും സംഭവിക്കാത്തത് കൊണ്ടാണ് അല്ലെ? ഭഗവാൻ ഇവിടത്തെ ലീല, അതായത് നമ്മുടെ ഈ ഭൗതിക ലോകത്തിൽ നമ്മളിരിക്കുന്ന ഈ സ്ഥലത്ത് ഭഗവാൻ വന്ന് അവതരിക്കുകയും ഭഗവാന്റെ ലീലകള് ഓരോന്നോരോന്നായി ചെയ്യുകയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കുമ്പോൾ അടുത്ത സ്ഥലത്ത് ഇതേപോലെ ലീലകൾ തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ബാല്യലീല അവസാനിക്കുമ്പോൾ അടുത്തൊരു സ്ഥലത്ത് ബാല്യലീല തുടങ്ങും. പൗഗണ്ഡലീല ഇവിടെ തുടങ്ങുമ്പോൾ അടുത്ത സ്ഥലത്ത് ചിലപ്പോൾ അത് അവസാനിക്കും. അങ്ങനെയാണ്. അപ്പൊ ഇത് നിത്യമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഒരിക്കലും ശ്രീല പ്രഭുപാദ എവിടെ നിന്നോ പോവാണ്. അപ്പൊ പറയും 2 ദിവസം കഴിയുമ്പോൾ ജന്മാഷ്ടമി വരും പ്രഭുപാദ, അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് ഒരു ശിഷ്യൻ പറയും. അപ്പൊ പ്രഭുപാദ പറയും, ജന്മാഷ്ടമി എന്നും ഉണ്ട് അല്ലെ? ഓരോ സ്ഥലത്തും ഭഗവാൻ ഇങ്ങനെ അവതരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജന്മാഷ്ടമി എന്നും ഉണ്ട്, അതിനുവേണ്ടി ഞാൻ എന്തിനെന്റെ യാത്ര മാറ്റി വെക്കണമെന്ന് പ്രഭുപാദ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഭഗവാന്റെ അവതാരങ്ങൾ ഇവിടെ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഇവിടെ അതേക്കുറിച്ചിട്ട് പ്രഭുപാദ പറയുന്നുണ്ട്, ഭഗവാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ മറ്റു ലോകങ്ങളിലുള്ള ഭഗവാന്റെ അവതാര തിരോധാനങ്ങൾക്ക് ഭംഗം വരാതെ അദ്ദേഹത്തിന് എപ്പോഴും എവിടെയും അവതരിക്കാനും അന്തർദാനം ചെയ്യാനും കഴിയുന്നു. അതാണ് ഭഗവാന്റെ സവിശേഷത അല്ലെ? ഭഗവാൻ ഇപ്പോ ഇവിടെ അവതരിച്ചു എന്ന് വിചാരിച്ചിട്ട് വേറൊരു സ്ഥലത്ത് അവതരിക്കാതെ ഇരിക്കുന്നില്ല, അവിടെയും ഭഗവാൻ അവതരിക്കും. അപ്പോൾ ഭഗവാന് മാത്രമേ അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇവിടെ അതേക്കുറിച്ചിട്ട് ശ്രീല പ്രഭുപാദ പറയുന്നുണ്ട്, അദ്ദേഹം സൂര്യനെ പോലെയാണ് എന്ന് പറയുന്നുണ്ട് അല്ലെ? സൂര്യനെ പോലെയാണ് എന്ന് പറയാൻ കാരണം എന്താണ്? ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഇരിക്കുകയാണ് അല്ലെ? നമുക്കിവിടെ സൂര്യനുണ്ട്, പക്ഷെ അമേരിക്കക്കാർക്ക് ഇപ്പൊ എന്താ? രാത്രിയാണ് അല്ലെ? അവര് മൂടിപ്പോച്ച് കിടന്ന് ഉറങ്ങായിരിക്കും. ഇപ്പൊ നമ്മൾ ഉറങ്ങാൻ പോകുമ്പോഴത്തേക്കും അവരെഴുന്നേക്കും. അപ്പോൾ എന്താണ്? സൂര്യൻ എപ്പോഴും അവിടെ തന്നെ ഉണ്ട് അല്ലെ? നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് സൂര്യൻ മായുന്നു എന്നേ ഉള്ളൂ, അല്ലാതെ സൂര്യൻ ഒരിക്കലും ഇല്ലാതാകുന്നില്ല. ഇപ്പൊ നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് ഭഗവാന്റെ അവതാരം മാറിപ്പോയി എന്ന് വിചാരിച്ചിട്ട് അപ്പുറത്തൊരു സ്ഥലത്ത് അത് സംഭവിക്കാതെ ഇരിക്കുന്നില്ല. അതിനാണ് ഇവിടെ സൂര്യന്റെ ഉദാഹരണം തന്നിരിക്കുന്നത്. അപ്പോ ഭഗവാൻ ഭൗതിക ലോകത്തില് അവതരിക്കുന്ന സമയത്ത് ഗോലോക വൃന്ദാവനം കാലിയായിട്ടിരിക്കുകയാണോ ചെയ്യുന്നത്? അവിടെ നാഥനില്ലാതിരിക്കുകയാണോ? അല്ല, അവിടെ ഭഗവാനുണ്ട്. അപ്പോൾ അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഭഗവാൻ അവിടെ ഉള്ളപ്പോഴും ഇവിടെയുണ്ട്, ഇവിടെ ഉള്ളപ്പോഴും അവിടെയുണ്ട്. അപ്പോൾ പക്ഷെ നമ്മൾ എന്താണ്? നമ്മൾ ഇവിടെ ഇരുന്നാൽ ഇവിടെയാണ് അല്ലെ? നമുക്ക് വേറെ പേഴ്സണാലിറ്റി ഒന്നുമില്ല. ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്നാൽ ഇവിടെയാണ്, അല്ലാതെ നാട്ടിൽ നമ്മളെ ആർക്കും കാണാൻ സാധിക്കില്ല. അതാണ് വ്യത്യാസം. പക്ഷെ ഭഗവാൻ നാട്ടിലിരുന്നാലും ഇവിടെയുണ്ട്, ഇവിടെ ഇരുന്നാലും നാട്ടിലുണ്ട്. അതാണ് അവസ്ഥ. അതേക്കുറിച്ചിട്ട് ഈശോപനിഷത്തിൽ ഒരു ശ്ലോകം പറയുന്നുണ്ട്, തത്തേ ജതി തന്നേ ജതി തദ്ദൂരേ തദ്വന്തികെ തദ് അന്തരസ്യ സർവസ്യ തദ്ദു സർവസ്യാസ്യ ബാഹ്യതഃ. എന്താ ഈ ശ്ലോകം പറയുന്നത്? പരമപുരുഷ ഭഗവാൻ നടക്കുന്നു, പക്ഷെ നടക്കുന്നില്ല അല്ലേ? പിന്നെ അതുപോലെ ഭഗവാൻ അങ്ങ് അകലെ, വളരെ അകലെ ഗോലോക വൃന്ദാവനത്തിലാണ്, പക്ഷെ ഭഗവാൻ വളരെ അടുത്തുമാണ്. അതുപോലെ ഭഗവാൻ എല്ലായിടത്തുമുണ്ട്, പക്ഷെ എല്ലാത്തിൻ്റെയും പുറത്തുമാണ് ഭഗവാൻ
ചിലരൊക്കെ കിളി പോയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ നടക്കുകയാണ് അല്ലേ, നമ്മൾ നടക്കുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോയി ഇല്ലേ, അപ്പോഴാണല്ലോ നമ്മൾ നടന്നു എന്ന് മനസ്സിലാക്കുന്നത്. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല, ഭഗവാൻ അവിടെ തന്നെ ഉണ്ട്, പക്ഷെ ഇവിടെ നിന്ന് നടന്നു പോയി. അതാണ് ഭഗവാൻ. അപ്പോൾ ഭഗവാൻ ഗോലോക വൃന്ദാവനത്തിൽ ഇരിക്കുന്നുണ്ട്, പക്ഷെ ഭഗവാൻ നമ്മുടെ അടുത്തുണ്ട് അല്ലെ. ഭഗവാൻ ഗോലോക വൃന്ദാവനം ഒരുപാട് യോജന ദൂരെ ഇരിക്കുന്ന സ്ഥലമാണ് അല്ലെ. അപ്പൊ ആ ഒരുപാട് യോജന ദൂരെ ഇരിക്കുന്ന സ്ഥലത്തും ഭഗവാനുണ്ട്, പക്ഷെ നമ്മുടെ ഹൃദയാന്തർഭാഗത്ത് പരമാത്മാവായിട്ടും ഭഗവാനുണ്ട് അല്ലെ. പറയാറില്ലേ, തൂണിലും തുരുമ്പിലും എല്ലായിടത്തും ഉണ്ട് ഭഗവാൻ അല്ലെ. ഇന്ന സ്ഥലത്ത് മാത്രമല്ല ഭഗവാൻ ഉള്ളത്. ഭഗവാൻ സർവ്വവ്യാപിയായിട്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഭഗവാൻ എല്ലായിടത്തുമുണ്ട്, ഗോലോക വൃന്ദാവനത്തിലുമുണ്ട്, വൈകുണ്ഠത്തിലുമുണ്ട്, നമ്മുടെ ഹൃദയത്തിലുമുണ്ട്. അപ്പോൾ ഇതേ കുറിച്ചിട്ട് ഒരു രസകരമായിട്ടുള്ളൊരു കാര്യം ഞാൻ പണ്ടെപ്പോഴും കേട്ടതാണ്. ഹിരണ്യകശിപുവിനെ വധിക്കാനായിട്ട് നരസിംഹ ഭഗവാൻ വരുമ്പോൾ, നരസിംഹ ഭഗവാൻ എവിടെ നിന്നാണ് വന്നത്? തൂണിന്നാണ് വന്നത് അല്ലേ. അപ്പൊ നമ്മൾ വിചാരിക്കും, ജഗസാക്ഷി പ്രഭു ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, തൂണിൽ ഡ്രസ്സ് ഇട്ട് റെഡി ആയിട്ട് വന്നിരുന്നതാണോ ഭഗവാൻ എന്ന് ചോദിക്കേണ്ട അവിടെ നിന്ന് ചാടാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പൊ എന്താണ് അതിനെ കുറിച്ചിട്ട് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഹിരണ്യകശിപു പ്രഹ്ലാദനെ വെല്ലുവിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കും, ഇവിടെ ഉണ്ടോ ഭഗവാൻ, ഇവിടെ ഉണ്ടോ ഭഗവാൻ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ ഇവിടെ ഉണ്ടോ എന്ന് വിരൽ ചൂണ്ടും, ആ വിരലിലേക്ക് ഭയങ്കര ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയിരിക്കുകയാണ്. കാരണം എവിടെയാണ് ഈ പുള്ളി വിരലി വെക്കണത് അവിടെ നിന്ന് ചാടണമല്ലോ പുറത്തേക്ക്. കാരണം പ്രഹ്ലാദന് ഭഗവാനെ എല്ലായിടത്തും കാണാൻ പറ്റും, ഹിരണ്യകശിപു മന്ദബുദ്ധി ആയതുകൊണ്ട് പുള്ളിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഭഗവാൻ ചിന്തിക്കുകയാണ്, പ്രഹ്ലാദന് എന്നെ എല്ലായിടത്തും കാണാൻ പറ്റും, ഈ മന്ദബുദ്ധിക്ക് അറിയില്ല ഞാൻ എവിടെയാ ഉള്ളതെന്ന്. അപ്പൊ അവന്റെ ആ വിരലിന്റെ തുമ്പ് എവിടേക്കാണ് പോണത് അവിടെ നിന്ന് വേണം എനിക്ക് പുറത്ത് ചാടാൻ, അത് എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് വേണം ചാടാൻ. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ ഈഗർലി വെയിറ്റ് ചെയ്ത് നിൽക്കാണ്, ഇവൻ എവിടെയാണ് ഈ വിരല് കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പൊ അങ്ങനെ ഇവിടെയുണ്ടോ എന്ന് ചോദിച്ച് ഈ തൂണിലുണ്ടോ നിന്റെ ഭഗവാൻ എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് ഗദ വെച്ചടിക്കുമ്പോഴാണ് ഭഗവാൻ അവിടെ നിന്ന് പുറത്ത് ചാടുന്നത്. അപ്പോൾ അതാണ് ഭഗവാൻ. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ റെഡിയാണ്, ഭഗവാൻ എല്ലായിടത്തും ഉണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ നമ്മുടെ മുമ്പിൽ വന്ന് ഭഗവാൻ നിന്നാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അത് ഭഗവാനാണ് എന്ന്. അതാണ് നമ്മുടെ അവസ്ഥ. നമ്മൾ അത്രയും ബദ്ധമായിട്ടുള്ള അവസ്ഥയിലിരിക്കുന്ന ആളാണ്. അപ്പോൾ ഭഗവാന്റെ ആ ഒരു സുപ്രീമസിയെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഹിരണ്യകശിപുവിന്റെ വധത്തിലും ഭഗവാൻ അത് തന്നെയാണ് ചെയ്തത്. കാരണം പ്രഹ്ലാദിനെ എല്ലായിടത്തും ഭഗവാനെ കാണാൻ പറ്റും, തൂണിലും തുരുമ്പിലും എല്ലായിടത്തും ഭഗവാനെ കാണാൻ പറ്റും അല്ലെ. അതുകൊണ്ടാണ് പ്രഹ്ലാദൻ അത്രയ്ക്കും ധൈര്യത്തോടെ നിൽക്കുന്നത് ഹിരണ്യകശിപുവിന്റെ മുമ്പിൽ. എന്തു ചെയ്താലും എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ എൻ്റെ ഭഗവാൻ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തില്. പക്ഷെ ഹിരണ്യകശിപുവിന് ആ വിശ്വാസമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ സൂര്യന്റെ ഉദാഹരണം പറയുന്നത്. കാരണം സൂര്യൻ എല്ലായിടത്തും ഉണ്ട് അല്ലെ. ഭഗവാനെ പോലെ തന്നെ സൂര്യൻ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ നമ്മുടെ കണ്ണിന്റെ പരിധിയിൽ നിന്ന് സൂര്യൻ മറഞ്ഞു പോകുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക? സൂര്യൻ ഇവിടെ നിന്ന് പോയിട്ട് അമേരിക്കയിലേക്ക് പോയി എന്ന് നമ്മൾ ചിന്തിക്കും അല്ലെ. അപ്പോൾ സൂര്യൻ എല്ലായിടത്തും ഉണ്ട്, പക്ഷെ നമ്മുടെ കണ്ണിനാണ് പരിമിതി ഉള്ളത്. അപ്പൊ സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു എന്നൊക്കെ നമ്മുടെ കണ്ണിൽ നിന്ന് പുറത്ത് അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന്റെ പരിമിതിക്ക് അപ്പുറം വരുമ്പോഴാണ് നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവിടെ പറയുന്നുണ്ട്, പശ്ചിമ ചക്രവാളത്തിൽ അപ്രത്യക്ഷനാവാതെ തന്നെ സൂര്യൻ പ്രഭാതത്തിൽ ഭാരതത്തിൽ ഉദിച്ചു വരുന്നു. സൂര്യമണ്ഡലത്തിൽ ഉടനീളം എപ്പോഴും എവിടെയും സൂര്യൻ സന്നിഹിതനാണെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് സൂര്യൻ പ്രഭാതത്തിൽ ഉദിക്കുകയും നിശ്ചിത സമയത്ത് പ്രദോഷത്തിൽ അസ്തമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്കാണ് പരിധിയുള്ളത് അല്ലെ, സമയത്തിന്റെ പരിധിയുള്ളത്, നമുക്ക് കാഴ്ചയ്ക്ക് പരിമിതിയുണ്ട്. അപ്പോൾ ഇവിടെ പ്രഭുപാദ പറയാണ്, സൂര്യന്റെ സമയപരിധി പോലും അദ്ദേഹത്തിൻ്റെതല്ലാതെ ഇരിക്കെ എന്ന് പറയുന്നതാണ് അല്ലെ. അതാരാ നിശ്ചയിക്കുന്നത്? ഭഗവാനാണ് സൂര്യന്റെ സമയം നിശ്ചയിക്കുന്നത് അല്ലെ. ബ്രഹ്മസംഹിതയിൽ ഒരു ശ്ലോകം പറയുന്നുണ്ട്, യക്ഷുരേഷ സവിത സകല ഗ്രഹാണാം രാജാ സമസ്ത സുരമൂർത്തി അശേഷ തേജ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാനാണ് സൂര്യന്റെയും ചന്ദ്രന്റെയും ഒക്കെ നാഥൻ, അല്ലെങ്കിൽ ഞാനാണ് അവർക്ക് വെളിച്ചം കൊടുക്കുന്നത് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. പക്ഷേ ഭഗവാന്റെ ധാമത്തിൽ എന്താണ്? ഇതൊന്നുമില്ല അല്ലെ. സൂര്യന്റെയും ചന്ദ്രന്റെയും ഒന്നും പ്രകാശമില്ലാത്ത ധാമമാണ് ഭഗവാന്റെ ഗോലോകധാമം. ന ശശാങ്കോ ന പാവകഹ എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അല്ലെ. എൻ്റെ ധാമത്തിൽ ഇതിന്റെ ഒന്നും പ്രഭാവമില്ല. സൂര്യന്റെയോ ചന്ദ്രന്റെയോ പ്രകാശം ഇല്ലാതെ തന്നെ ജ്വലിക്കുന്നതാണ് എൻ്റെ ധാമം എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ സൂര്യന്റെ സമയപരിധി പോലും നിശ്ചയിക്കുന്നത്
ഭഗവാനാണ്. അപ്പൊ അതേക്കുറിച്ചിട്ടാണ് ഇവിടെ പ്രഭുപാദ പറയുന്നത്. അതായത് ഭഗവാന്റെ സുപ്രീമസി അത്രയ്ക്ക് വലുതാണ്, അല്ലെങ്കിൽ ആ പരമപുരുഷന്റെ പ്രഭാവം എന്ന് പറയുന്നത് അത്രയ്ക്ക് വലുതാണ്. നമ്മൾക്കിടെ ചിന്തകൾക്കാണ് പരിമിതി ഉള്ളത്. അപ്പോൾ വേറൊരു ഉദാഹരണം പറഞ്ഞാല് ഭഗവാൻ ദ്വാരകയിലായിരുന്നപ്പോ അല്ലെ, ഭഗവാൻ ഒരാളാണ് അല്ലെ, ഭഗവാൻ നമ്മളിപ്പോ നമ്മുടെ ചിന്തയ്ക്ക് ഭഗവാൻ ഒരാളാണ്, ശ്രീകൃഷ്ണ ഭഗവാൻ ഒരാളാണ് അല്ലെ. പക്ഷെ ദ്വാരകയിൽ ഭഗവാൻ 16,108 കൊട്ടാരങ്ങളിലും ഉണ്ടായിരുന്നു ഒരേ സമയം. അവിടെ നിന്നെല്ലാം ഭഗവാൻ രാവിലെ സഭാമണ്ഡപത്തിലേക്ക് പോവാനായിട്ട് ഇറങ്ങുമ്പോൾ ഓരോരോ കൊട്ടാരത്തിൽ നിന്നും ഭഗവാൻ ഇറങ്ങി വന്നിട്ട് ഒന്നായിട്ട് ചേർന്നിട്ട് ഭഗവാൻ പോവുകയാണ് ചെയ്യുന്നത്. അതേപോലെ രാസലീല നടക്കുന്ന സമയത്ത് ഓരോ ഗോപികളുടെയും തൊട്ടടുത്തുണ്ടായിരുന്നു ഭഗവാൻ അല്ലെ. അപ്പൊ അതാണ് ഭഗവാന്റെ ഒരു സുപ്രീമസി എന്ന് പറയുന്നത്. ഇപ്പൊ ഭഗവാന്റെ ലീലകൾ അങ്ങനെയാണ്, അചിന്ത്യമാണ്. അതുകൊണ്ടാണ് അചിന്ത്യ അഭേദ തത്വം എന്ന് പറയുന്നത്. നമ്മളുടെ സാധാരണ ചിന്തകൾക്കെല്ലാം അപ്പുറത്താണ് ഭഗവാന്റെ പ്രവൃത്തികളും ലീലകളും എല്ലാം. അത് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഗ്രഹിക്കാനായിട്ട് സാധിക്കില്ല. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ ആ ചിന്തയുടെ ആ ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ ഭഗവാന്റെ ബാല്യലീല അവസാനിക്കുന്ന സമയത്ത് വേറൊരു സ്ഥലത്ത് ബാഹ്യലീല തുടങ്ങും. പൗഗണ്ഡലീല ഇവിടെ തുടങ്ങുമ്പോൾ വേറൊരു സ്ഥലത്ത് അത് അവസാനിക്കുന്നുണ്ടാകാം. അങ്ങനെ ഓരോരോ സ്ഥലത്തും ഇങ്ങനെ ഭഗവാന്റെ ലീലകള് മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഭഗവാന്റെ ലീല എന്ന് പറയുന്നത് എപ്പോഴും നിത്യമായിട്ട് നടക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഭഗവാന്റെ കൂടെയുള്ള ആളുകളെല്ലാം തന്നെ ഭഗവാന്റെ ഈ നിത്യലീലയിൽ പങ്കെടുക്കുന്ന ആളുകളുമാണ്. അപ്പൊ അപ്പൊ സൂര്യൻ ഇവിടെയുണ്ട് അല്ലെ, സൂര്യൻ ഇവിടെ നിന്ന് പോകുമ്പോൾ സൂര്യൻ ഇല്ലാതായി അല്ലെ, സൂര്യൻ കടലിൽ താന്നു എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക. നാളെ രാവിലെ വീണ്ടും കടലിൽ നിന്ന് ഉദിച്ചു വരും എന്നൊക്കെയാണ് നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ചെറിയൊരു സൂര്യനെ കൊണ്ട് പോലും നമ്മളെ ബിവിൽഡർ ചെയ്യാനായിട്ട്, നമ്മളെ വിഭ്രമിപ്പിക്കാനായിട്ട് ഭഗവാന് സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ പ്രഭുപാദ ചോദിക്കുകയാണ്, അപ്പൊ ആ സൂര്യന്റെ നാഥനായിട്ടിരിക്കുന്ന ആൾക്ക് നമ്മളെ എത്രമാത്രം വിഭ്രമിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് അല്ലെ. കാരണം ഭഗവാന്റെ ശക്തി എന്ന് പറയുന്നത് അചിന്ത്യമാണ്. അപ്പൊ അത് നമ്മളുടെ സാധാരണക്കാരന്റെ ബുദ്ധിക്ക് ഒതുങ്ങുന്നതല്ല ഭഗവാന്റെ കാര്യങ്ങളൊന്നും. പിന്നെ ഇവിടെ പറയുന്നുണ്ട്, ഭഗവാന്റെ അതീന്ദ്രിയ ആവിർഭാവത്തെയും അന്തർദാനത്തെയും കുറിച്ച് യഥാർത്ഥമായി ഗ്രഹിക്കുന്ന ഏതൊരുവനും വൈകുണ്ഠ ലോകങ്ങൾ സ്ഥിതി ചെയ്യുന്ന നിത്യലോകത്തിൽ നിവിഷ്ടനായി തീരുകയും ജനിമൃതി നിയമങ്ങളിൽ നിന്ന് മുക്തനായി തീരുകയും ചെയ്യുന്നു. ഏതാ ശ്ലോകം? ജന്മകർമ്മ ചമേ ദിവ്യം ഏവം യോവേത്തി തത്വതഃ. അപ്പോ അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ്, ജനനം, മരണം, വാർദ്ധക്യം, രോഗം എന്നിവയുടെ കഠോര വേദന അനുഭവിക്കാതെ നിത്യമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആത്മീയ ലോകത്തിലാണ് ഈ ഒരു അവസ്ഥ നമുക്ക് സംജാതമാകുന്നത്. മരണത്തിന്റെ പ്രശ്നങ്ങളില്ല, അതുപോലെ രോഗങ്ങളില്ല, വാർദ്ധക്യമില്ല, ജന്മമൃത്യു ജരാവ്യാധി ഇല്ലാത്തത് ഭഗവാന്റെ ധാമത്തിൽ മാത്രമാണ്. അപ്പോൾ ഭഗവാന്റെ ഈ അതീന്ദ്രിയ ഭക്തിയുത സേവനത്തിൽ നിരതനായിട്ടിരിക്കുന്ന ആളുകളെല്ലാം തന്നെ ആ ഒരു അവസ്ഥ കൈവരിച്ച ആളുകളാണ്. അതായത് ജന്മമൃത്യു അല്ലെങ്കിൽ അവർക്ക് വാർദ്ധക്യം, ജരാനര ഇതൊന്നുമില്ല. അതുകൊണ്ട് അവരെപ്പോഴും നിത്യയുക്തരായിട്ടിരിക്കുന്ന ആളുകളായിരിക്കും. കാരണം അവരൊരിക്കലും ജനിക്കുന്നില്ല, അതുകൊണ്ട് അവർക്ക് മരണവുമില്ല. ഭഗവാന്റെ ആവിർഭാവത്തെയും അന്തർദാനത്തെയും കുറിച്ച് പരമാർത്ഥമായി മനസ്സിലാക്കുക വഴി മാത്രം ഒരുവന് നിത്യജീവിതത്തിന്റെ പരിപൂർണത അവസ്ഥ പ്രാപ്തമാക്കാൻ കഴിയുന്നു എന്ന് ഇവിടെ ഉപശമിപ്പിച്ചിരിക്കുന്നു. ഏതാ ശ്ലോകം? ജന്മകർമ്മ ചമേ ദിവ്യം ഏവം യോവേത്തി തത്വതഃ. ഒരു 5 തവണ പ്രഭുപാദ ഈ ഭാവാർത്ഥത്തിൽ അതേ ശ്ലോകത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാന്റെ കൂടെയുള്ള, അതായത് ഇപ്പോൾ യുധിഷ്ഠിരനെ പോലെയുള്ള പഞ്ചപാണ്ഡവരെ കുറിച്ച് പറഞ്ഞാലും അതുപോലെ യദുവംശജരെ കുറിച്ച് പറഞ്ഞാലും എല്ലാം അവരൊക്കെ ഭഗവാന്റെ നിത്യലീലയിലുള്ള ആളുകളാണ്. അവര് എപ്പോഴും ഭഗവാന്റെ ലീലയുമായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളാണ്. യദുവംശജരും അതേപോലെ തന്നെയാണ്. അപ്പോൾ ഈ മഹാരാജാവ് യുധിഷ്ഠിരനും അർജുനനും നകുലനും സഹദേവനും ഭീമനും ഒക്കെ ഇവിടെ നിന്ന് പോകണം എന്ന് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭഗവാൻ ഇവിടെ ഇല്ല അല്ലെ. ഇനി അടുത്ത സ്ഥലത്ത് ഭഗവാൻ അവതരിക്കുമ്പോൾ അവിടെ അവർക്ക് എത്തണം. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ഇല്ലാത്ത സ്ഥലത്ത് ഇനി വേണ്ട എന്ന് തീരുമാനിച്ച് അവർ എത്രയും പെട്ടെന്ന് അവരുടെ ആ ഒരു ലീല അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് ചെയ്യുന്നത്.
അപ്പോൾ ഈ ഭഗവാന്റെ സന്തത സഹചാരികളെല്ലാവരും ചിലപ്പോൾ ഭഗവാനെക്കാളും കുറച്ച് മുൻപ് വരും. കാരണം ഭഗവാൻ വരുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. അതുകൊണ്ടാണ് ബലരാമ ജയന്തിയൊക്കെ നേരത്തെ വരുന്നത്. കാരണം ഭഗവാൻ വരുന്നതിന് മുൻപേ ഇവിടെ സെനാരിയോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നേരത്തെ വരും. അതുപോലെ ഇപ്പൊ നമുക്ക് അടുത്തത് ഒരു വരുന്നുണ്ട് നിത്യാനന്ദ ത്രയോദശി അല്ലെ. ഇനി മാർച്ചിലാണ് നമുക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ ജയന്തി വരുന്നത്. അപ്പൊ അതിനു മുൻപ് നിത്യാനന്ദ പ്രഭുവിന്റെ ജയന്തി നിത്യാനന്ദ ത്രയോദശി എന്ന പേരിൽ നമ്മൾ ആഘോഷിക്കും. അപ്പോൾ ഈ സന്തത സഹചാരികളെല്ലാം ഭഗവാൻ വരുമ്പോൾ രംഗം സജ്ജീയമാക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകളാണ്. അപ്പോൾ എല്ലാവരും അതുപോലെ തന്നെ, പാണ്ഡവരും അതെ, അതുപോലെ യദുവംശജരും അതെ. അപ്പോൾ ഭഗവാൻ ഇവിടെ നിന്ന് സ്വധാമത്തിലേക്ക് മടങ്ങി പോകുമ്പോൾ അല്ലെ, അവരും ഉടനെ തന്നെ സ്വധാമത്തിലേക്ക് മടങ്ങി പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ ആവിർഭാവത്തിന്റെയും തിരോധാനത്തിന്റെയും അഗോചരമായ സവിശേഷതകളിൽ ആരും സംഭ്രാന്തരാകരുത് എന്ന് പറയാണ്. കാരണം ഇതൊക്കെ ഭഗവാന്റെ ലീലകളുടെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ സാമാന്യ ബുദ്ധി വെച്ചിട്ട് നമ്മൾ ഇതിനെ കോംപ്ലിക്കേറ്റഡ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. ഇത് ഇവിടെ ഭഗവാൻ എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ മഹാജനോ ഏന കഥാ സബദ്ധ, മഹാജനങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് നാം പിന്തുടർന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് പ്രഭുപാദ ഈ ഒരു ഭാവാർത്ഥം അവസാനിപ്പിക്കുന്നത്. ഇപ്പോൾ പലതവണ ഇവിടെ ജന്മകർമ്മ ചമയ ദിവ്യം ഏവം യോവേത്തി തത്വതഃ എന്ന ശ്ലോകത്തെ കുറിച്ചിട്ട് എടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാന്റെ ജന്മത്തെക്കുറിച്ചിട്ടും ഭഗവാന്റെ അവതാരത്തെക്കുറിച്ചിട്ടുമുള്ള മഹത്തായിട്ടുള്ള കാര്യങ്ങൾ നാം മനസ്സിലാക്കുകയും അതനുസരിച്ചിട്ട് പെരുമാറുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ജീവിത ലക്ഷ്യം കൈവരിക്കാം എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് നമുക്ക് പ്രഭുപാദ മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഇനിയുള്ള ശ്ലോകങ്ങളിൽ ഈ പാണ്ഡവർ ഓരോരുത്തരുമായിട്ട് തിരോധാനം അല്ലെങ്കിൽ അവർ കൊട്ടാരം ഉപേക്ഷിക്കുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇനി അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഇതോടുകൂടിയിട്ട് നമ്മുടെ ഭാഗവതം ക്ലാസ് അവസാനിക്കുകയാണ്.